ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേരള ലോ എൻട്രൻസ് ആസ്പിരൻസ് എല്ലാവരും ഉഷാറായിട്ട് പഠിക്കണമെന്ന് വിചാരിക്കുന്നു. മോട്ടിവേറ്റഡ് ആയി പഠിക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക, ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക. ഡോണ്ട് വെറി അബൌട്ട് റിസൾട്ട്സ്. ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ കൺസിസ്റ്റൻസി, ഫോക്കസ്, ഹാർഡ് വർക്കിംഗ് ആണ്. നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ചേരും. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരുപാട് കേരള ലോ എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ധാരാളം ക്രൈംസായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഡൗട്ട്, പ്രത്യേകിച്ച് BNS നിന്ന് ധാരാളം ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, BNSൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട സെക്ഷനുകൾ കുറച്ച് സീരീസ് ഓഫ് വീഡിയോ ആയിട്ട് ചെയ്താലോ എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ നമുക്കങ്ങനെ കുറച്ച് വീഡിയോസ് നമുക്ക് ചെയ്യാം. നമുക്ക് 10-20 ചാപ്റ്ററുകളിലായി 350ഓളം സെക്ഷനുകളുണ്ട്. ഇതെല്ലാം ഒന്നും പഠിക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ബട്ട് പ്രീവിയസ് ഇയർ പേപ്പറൊക്കെ ഞാനൊന്ന് നോക്കിയപ്പോൾ കുറച്ച് പ്രധാനപ്പെട്ട ഏരിയാസിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ വരുന്നു. അങ്ങനത്തെ പ്രധാനപ്പെട്ട കീറോൾ ആയിട്ടുള്ള സെക്ഷൻസ് എല്ലാം ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ഡിസ്കസ് ചെയ്തു. ഈ ഒറ്റ വീഡിയോയിൽ ഞാൻ എല്ലാം ചെയ്യാൻ പറ്റില്ല, ഞാൻ സീരീസ് ആയിട്ട് വീഡിയോസ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ട്രീറ്റ് ദിസ് ആസ് പാർട്ട് 1 വീഡിയോ. അപ്പോൾ നമുക്ക് കേരള ലോ എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ലോ എൻട്രൻസ് അല്ല, ഏതൊരു ലോ എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും വേണ്ടിയും സെറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു കണ്ടന്റാണിത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കണ്ടന്റൊക്കെ ഹെൽപ്ഫുൾ ആണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. സോ നമുക്ക് കുറച്ച് BNS നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്ക് BNS പറയുന്നതിന് മുന്നേ ഞാൻ എന്താണ് ഒഫൻസ്, എന്താണ് ക്രൈം എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു വയ്ക്കാം. വാട്ട് ഈസ് എ ക്രൈം? നമ്മുടെ BNSൽ സെക്ഷൻ 2(24) ഒഫൻസ് അല്ലെങ്കിൽ ക്രൈം ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഒഫൻസ് അല്ലെങ്കിൽ ക്രൈം ഡിഫൈൻ ചെയ്യുന്നത് എവിടെയാണ്? 2(24). നമുക്കറിയാം സെക്ഷൻ 2 എന്ന് പറയുന്നത്, BNSൻ്റെ സെക്ഷൻ 2 എന്ന് പറയുന്നത് മൊത്തം ഡെഫിനീഷനുകളാണ്. അതിൽ 2(24) ഒഫൻസ് അല്ലെങ്കിൽ ക്രൈം എന്നാണ്. ഇനി ക്രൈം, വാട്ട് ഈസ് എ ക്രൈം ഓർ ഒഫൻസ്? A crime is an act or omission that violates a law established by a government and is punishable by the state. ഒരു രാജ്യത്ത് ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികൾ എന്താണെന്ന് ആ ഗവൺമെൻറ് നിയമം ഇറക്കി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ആ നിയമം ഏതാണ്? അത് BNS ആണ്. അപ്പോൾ BNSൽ പല സെക്ഷനുകളായിട്ട് കൃത്യമായിട്ട് ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികൾ എന്താണെന്ന് പറയുന്നുണ്ട്. ആ ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തി ചെയ്താൽ എന്താണ് ശിക്ഷ എന്നും പറയുന്നുണ്ട് ഇല്ലേ? BNSൽ തെഫ്റ്റ് ചെയ്താൽ എന്താ ശിക്ഷ എന്ന് പറയുന്നില്ലേ? മർഡർ ചെയ്താൽ എന്താ ശിക്ഷ എന്ന് പറയുന്നില്ലേ? സോ ഇന്ത്യയിൽ എന്തൊക്കെ പ്രവൃത്തികളാണ് ചെയ്യാൻ പാടില്ലാത്തത്? ആ ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികൾ ചെയ്താൽ എന്തൊക്കെയാണ് ശിക്ഷ, അത് പ്രതിപാദിക്കുന്ന, അത് പറയുന്ന ആ ഒരു സ്റ്റാറ്റ്യൂട്ടാണ് എന്ത് പറയുന്നത്? ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നത്. ഇനി BNS എന്ന് മുതൽ നിലവിൽ വന്നത്? ജൂലൈ 1, 2024. ഓക്കെ, ജൂലൈ 1, 2024 മുതലാണ് ഈ ആക്ട് നിലവിൽ വന്നിട്ടുള്ളൂ. ഓർത്ത് വയ്ക്കുക. ഇനി ക്രൈം എന്ന് പറഞ്ഞാൽ എന്താ? ക്രൈം ഈസ് എൻ ആക്ട് ഓർ ഒമിഷൻ പണിഷബിൾ ബൈ ലോ. നിയമം ചെയ്യരുത് എന്ന് പറയുന്ന ഒരു ആക്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രൈം എന്ന് പറഞ്ഞാൽ. അത് ചെയ്താൽ എന്ത് ചെയ്യും? വി വിൽ ബി പണിഷ്ഡ് ഇല്ലേ? തെറ്റ് ചെയ്ത് നമ്മൾ പണിഷ് ചെയ്യില്ലേ? സോ ക്രൈം ഈസ് ആൻ ആക്ട് ഓർ ഒമിഷൻ ദാറ്റ് ഈസ് പണിഷബിൾ ബൈ ലോ. ഇനി ഡെഫിനീഷൻ ഓഫ് ക്രൈം ചേഞ്ചസ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് ക്രൈം ചേഞ്ചസ് ഫ്രം ടൈം ടു ടൈം. ഒരു 10-15 കൊല്ലം മുൻപ് ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഇന്ത്യയിൽ ഒരു ക്രൈം ആയിരുന്നു. ഇപ്പോൾ അതൊരു ക്രൈമാണോ? അല്ല. ഇനി ക്രൈം ചേഞ്ചസ് ഫ്രം പ്ലേസ് ടു പ്ലേസ് എന്ന് പറയാൻ കാരണം ഇന്ത്യയിൽ കഞ്ചാവ് കൈവശം വെക്കുന്നത് ഒരു ക്രിമിനൽ ആക്ട്. ബട്ട് ഇത് ലീഗലൈസ് ചെയ്ത കൺട്രീസ് ഉണ്ട്, അവിടെ കൈവശം വെച്ചാൽ കുഴപ്പമില്ല. സോ ഇറ്റ് ചേഞ്ചസ് ഫ്രം പ്ലേസ് ടു പ്ലേസ്, ഇറ്റ് ചേഞ്ചസ് ഫ്രം ടൈം ടു ടൈം. ഓർത്ത് വയ്ക്കാൻ. ഇനി ഭാരതീയ ന്യായ സംഹിത എന്താ? BNS ഡിഫൈൻസ് ക്രൈം ആൻഡ് ഇറ്റ്സ് പണിഷ്മെന്റ്. BNSൽ പല സെക്ഷനുകളായിട്ട് പല ക്രിമിനൽ ആക്ടുകളും പറയുന്നുണ്ട്. ആ ക്രിമിനൽ ആക്ട് ചെയ്താലുള്ള പണിഷ്മെന്റ് എന്താണെന്നും ഇതിൽ പറയുന്നുണ്ട്. ഭാരതീയ ന്യായ സംഹിതയിൽ പറയുന്നുണ്ട്. ഓർത്ത് വയ്ക്കുക. പിന്നെ BNS ഈസ് എ സബ്ജക്റ്റ് ലോ. BNS ഈസ് എ സബ്ജക്റ്റീവ് ലോ. ജസ്റ്റ് എന്താണ് സബ്ജക്റ്റ് മാത്രമേ പറയുന്നുള്ളൂ. തെഫ്റ്റ് ചെയ്താൽ ഇതാണ് പണിഷ്മെന്റ്, മർഡർ ചെയ്താലും. അപ്പോൾ ജസ്റ്റ് സബ്ജക്റ്റ് മാത്രമേ ഡീൽ ചെയ്യുന്നു. അത് എങ്ങനെ എൻഫോഴ്സ് ചെയ്യണം അത് പറയുന്നത് എവിടെയാണ്? അത് BNSSലാണ് പറയുന്നത്. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. നമ്മുടെ പഴയ CRPC റീപ്ലേസ് ചെയ്ത് വന്ന പുതിയ നിയമം. ഓക്കെ, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലാണ് എങ്ങനെയാണ് ഇത് എൻഫോഴ്സ് ചെയ്യുന്നത് പറയാം. അപ്പം BNSS എന്താ? BNSS ഈസ് എ പ്രൊസീജിയറല്ലോ. ഓർത്ത് വയ്ക്കുക. അപ്പോൾ BNS ഈസ് എ സബ്ജക്റ്റീവ് ലോ, BNSS ഈസ് എ പ്രൊസീജിയർ. ഓർത്ത് വയ്ക്കുക. ഡേറ്റ് ഓർത്ത് വയ്ക്കുക. ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1 ജൂലൈ 2024. 1 ജൂലൈ 2024 എന്ത് ചെയ്യുന്നത്? ഇത് നിലവിൽ വന്നത്. ഇനി ക്രൈം എന്ന് പറയുന്നത് എന്താ? ക്രൈം ഈസ് ആൻ ആക്ട് ഓർ ഒമിഷൻ പണിഷബിൾ ബൈ ലോ. ഇനി
ഒഫൻസ് എവിടെ ഡിഫൈൻ ചെയ്യുന്ന BNS സെക്ഷൻ 2 ക്ലോസ് 24. ഇനി നമുക്ക് ഓരോന്നും നമുക്ക് ഞാൻ പറഞ്ഞു 20 ചാപ്റ്ററുകളിലായി 358 സെക്ഷൻസ് നമ്മുടെ BNSലുണ്ട്. 20 ചാപ്റ്റർ 358 സെക്ഷൻ. ഈ 358 സെക്ഷൻസ് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. കീ റോൾ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷൻസ് പഠിക്കുക. ഇതിലേന്നാണ് ധാരാളം ചോദ്യങ്ങൾ വരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് നമുക്ക് ചാപ്റ്റർ 1ലേക്ക് പോകാം. ചാപ്റ്റർ 1 പറ്റി ചെയ്യുന്നത് ചാപ്റ്റർ 1 സെക്ഷൻ 1 മുതൽ 3 വരെയാണ് ചാപ്റ്റർ 1 വരെ. അപ്പോൾ ഈ ചാപ്റ്റർ വൈസ് സെക്ഷൻ്റെ ഞാനിങ്ങനെ ഓർഡറിലാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ റിവൈസ് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും. നമുക്ക് ഇവിടുന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് റിലേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ചാപ്റ്റർ 1 സെക്ഷൻ 1 മുതൽ 3 വരെയാണ് ചാപ്റ്റർ 1 വരുന്നത്. നമുക്ക് ഓരോന്നും നോക്കാം. നമുക്ക് സെക്ഷൻ 1 എന്തിനെ പറ്റിയാണ് ഡീൽ ചെയ്യുന്നത്? സെക്ഷൻ 1 എന്തിനെ പറ്റിയാണ്? സെക്ഷൻ 1 ഡീൽസ് ഷോർട്ട് ടൈറ്റിൽ കമൻസ്മെൻറ്റ് ആൻഡ് ആപ്ലിക്കേഷൻ. സെക്ഷൻ 1 എന്ന് പറയുന്നത് എന്താണ്? ഷോർട്ട് ടൈറ്റിൽ കമൻസ്മെൻറ്റ് ആൻഡ് ആപ്ലിക്കേഷൻ. ഓക്കെ, ഈ BNS ആർക്കൊക്കെ ഇതെന്ത് ചെയ്യും എക്സ്റ്റെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ആരൊക്കെ ഇതിൻ്റെ പരിധിയിൽ വരും, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഞാനൊരു കാര്യം ചോദിക്കാം. ഇപ്പോൾ ഇന്ത്യയിൽ ഒരു ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ, ഇന്ത്യൻ യൂണിയൻ്റെ ഒരു ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ BNS പ്രകാരം നിങ്ങളെ ശിക്ഷിക്കും. അതിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ല. ബിക്കോസ് ഇന്ത്യയിലെ നിലനിൽക്കുന്ന നിയമം എന്ന് പറയുന്നത് BNS ആണ്. ഇനി ഒരു ഇന്ത്യൻ സിറ്റിസണായ നിങ്ങൾ ദുബായിൽ പോയിട്ടൊരു ക്രൈം ചെയ്തു. അപ്പോൾ നിങ്ങളെ ഏത് നിയമം പ്രകാരമായിരിക്കും ശിക്ഷിക്കുന്നുണ്ടാവുക? അല്ലെങ്കിൽ BNS പ്രകാരം നിങ്ങളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ? പ്രോസിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? പണിഷ്മെൻറ്റ് കൊടുക്കുക. പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ? പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇതിൽ പറയുന്നത്. BNS can apply even if the crime happens outside India. അതാണ് ഭാരതീയ ന്യായ സംഹിത വിൽ എക്സ്റ്റെൻഡ് ടു ഈവൻ ഇഫ് ദ ക്രൈം, ഇന്ത്യയുടെ പുറത്താണ് ക്രൈം നടക്കണമെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ആണോ അവൻ എന്ത് ചെയ്യും? BNS പ്രകാരം ട്രൈ ചെയ്ത് എന്ത് ചെയ്യാൻ അവനെ പ്രോസിക്യൂട്ട് ചെയ്ത് പണിഷ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഓർത്ത് വയ്ക്കുക. അതിലൊരു 3 ഇൻസ്റ്റൻസസ് മെയിനായിട്ട് പറയുന്നുണ്ട് നമ്മുടെ BNSലെ സെക്ഷൻ 1 പറയുന്നുണ്ട്. If an Indian citizen commits a crime in another country, this law can still apply to them. ഒരു ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യയുടെ പുറത്തൊരു കൺട്രിയിൽ വെച്ചിട്ട് ഒരു ക്രൈം ചെയ്താൽ അയാൾ എന്ത് ചെയ്യാൻ പറ്റും? BNS പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും? പണിഷ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ അത് ഒന്നാമത്തെ സിറ്റുവേഷൻ. രണ്ടാം സിറ്റുവേഷൻ, ഇഫ് എ പേഴ്സൺ കമ്മിറ്റ്സ് എ ക്രൈം ഇൻ എ ഷിപ്പ് ഓർ എയർക്രാഫ്റ്റ് ഓർ വെസൽ രജിസ്റ്റേർഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ഷിപ്പോ വെസലോ എയർക്രാഫ്റ്റിലോ ഒരു പേഴ്സൺ, ഇന്ത്യൻ സിറ്റിസൺ അല്ല, ഒരു പേഴ്സൺ ക്രൈം ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ ക്യാൻ ബി ട്രൈഡ് ആൻഡ് പ്രോസിക്യൂട്ടഡ് ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് BNS. ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ഒരു ഇന്ത്യൻ എയർക്രാഫ്റ്റ് വെച്ചിട്ട് ഒരാളൊരു ക്രൈം ചെയ്തു. അയാൾ എന്ത് ചെയ്യുക? BNS പ്രകാരം സെക്ഷൻസ് ചാർജ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? അയാളെ എന്ത് ചെയ്യാൻ പറ്റും? ശിക്ഷിക്കാൻ പറ്റും. അതാണ് പറയുന്നത്. ഇനിയും അടുത്ത മൂന്നാമത്തെ ഇൻസ്റ്റൻസ് എന്താ? ഇഫ് എ പേഴ്സൺ commits a cyber crime targeting a computer source located in India. ഇന്ത്യയുടെ പുറത്ത് ആഫ്രിക്കയിലോ എവിടെയെങ്കിലും ഇരുന്ന് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്? സിറ്റുവേറ്റ് ചെയ്യുന്ന, ഇന്ത്യയിലിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ സോഴ്സിനെ ടാർഗറ്റ് ചെയ്ത് ഒരു സൈബർ ക്രൈം ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയെ എന്ത് ചെയ്യാൻ പറ്റും? BNS പ്രകാരം. അതാണ് ദിസ് ലോ ക്യാൻ അപ്ലൈ ടു ദം ടു. ദിസ് ലോ എന്ന് പറഞ്ഞിട്ട് BNS ഓഫ് ദിസ് ലോ ക്യാൻ അപ്ലൈ ടു ദം ടു. അപ്പോൾ ഈ 3 ഇൻസ്റ്റൻസ് നിങ്ങളുടെ മൈൻഡ് ഇത് സെക്ഷൻ 1 ഇതെല്ലാം പറയുന്നത്. ഇന്ത്യൻ യൂണിയൻ്റെ ഉള്ളിൽ, ഇന്ത്യ എന്ന കൺട്രിയുടെ ഉള്ളിൽ വെച്ച് ഒരാളൊരു ക്രൈം ചെയ്താൽ അയാളെ BNS പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും? ശിക്ഷിക്കാൻ പറ്റും. അതിലൊരു ഡൗട്ടും വേണ്ട. ഒരു ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യയുടെ പുറത്ത് പോയി ക്രൈം ചെയ്താലും അയാൾ എന്ത് ചെയ്യാൻ പറ്റും? അയാളെയും BNS പ്രകാരം എന്ത് ചെയ്യാം? പ്രോസിക്യൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇഫ് എ പേഴ്സൺ കമ്മിറ്റ്സ് എ ക്രൈം ഇൻ എ ഷിപ്പ് ഓർ വെസൽ ഓർ എയർക്രാഫ്റ്റ് രജിസ്റ്റേർഡ് ഇൻ, അയാൾ എന്ത് ചെയ്യാൻ പറ്റും? BNS പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും? അയാളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇഫ് സമ്മൺ ഔട്ട്സൈഡ് അവർ കൺട്രി കമ്മിറ്റ്സ് എ സൈബർ ക്രൈം ടാർഗറ്റിംഗ് എ കമ്പ്യൂട്ടർ സോഴ്സ് ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ, അയാളെ എന്ത് ചെയ്യാൻ പറ്റും? അയാൾക്കും BNS ബാധകമായിരിക്കും. അതാണ് ഇവിടെ അത് സെക്ഷൻ 1 വളരെ പ്രധാനപ്പെട്ട 3 പ്രൊവിഷൻസ് ആണ്. നിങ്ങളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ സെക്ഷൻ 1 എന്തിനെ പറ്റിയാണ് ഡീൽ ചെയ്യുന്നത്? സെക്ഷൻ 1 ഡീൽസ് വിത്ത് ഷോർട്ട് ടൈറ്റിൽ കമൻസ്മെൻറ്റ് ആൻഡ് ആപ്ലിക്കേഷൻ. നമുക്ക് നോക്കാം. നമുക്ക് സെക്ഷൻ 2. ഓക്കെ, അപ്പോൾ സെക്ഷൻ 1 ഇപ്പോൾ നമ്മൾ ചാപ്റ്റർ 1 തന്നെയാണ്. സെക്ഷൻ 2 എന്ന് പറയുന്ന ഫുള്ള് ഡെഫിനീഷൻസ്. 2 ക്ലോസ് 1 2 ക്ലോസ് 2 എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ സബ് ക്ലോസുകളിൽ ഫുള്ള് ഡെഫിനീഷൻസ്. അതിൽ 2 ക്ലോസ് 3 എന്ന് പറയുന്നത് ചൈൽഡാണ്. ഇതൊരു ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് പ്രൊവിഷനാണ്. നിങ്ങൾ പഠിച്ചു വെക്കണം. ഒരു ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊവിഷനാണ്. 2 ക്ലോസ് 3 ചൈൽഡ്. നമ്മുടെ IPCയിൽ എവിടെയും ചൈൽഡ് ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇനി 2 ക്ലോസ് 5 ഡിഫൈൻസ് കോർട്ട്.
2 clause 8 ഡിഫൈൻസ് ഡോക്യുമെൻറ്റ്, 2 clause 10 ഡിഫൈൻസ് ജെൻഡർ. IPCയിൽ 2 ജെൻഡർ മാത്രമേ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളൂ, മാനും വുമണും. ഇതിലേക്ക് വന്നപ്പോൾ BNSലേക്ക് വന്ന തേർഡ് ജെൻഡറായ ട്രാൻസ്ജെൻഡർ കൂടെ എന്ത് ചെയ്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ ഒരുപാട് ഡെഫിനേഷൻസ് ഉണ്ട്. നിങ്ങളെ കൊണ്ടാവുന്നത്ര ഡെഫിനേഷൻസ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. കീ ആയിട്ടുള്ള ഡെഫിനേഷൻ, ഇമ്പോർട്ടൻ്റ് ആയ ഡെഫിനേഷൻസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കി നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇനി അടുത്തത് സെക്ഷൻ 3. സെക്ഷൻ 3 ഡീൽസ് വിത്ത് ജനറൽ എക്സ്പ്ലനേഷൻസ്. ജനറൽ എക്സ്പ്ലനേഷൻസ് അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ലോസ് മാത്രം ഞാൻ പറഞ്ഞു പോകും. ഓക്കെ, ആക്ട് ഡൺ ഇൻ ഫർദറൻസ് വിത്ത് എ കോമൺ ഇൻറ്റൻഷൻ. ഓക്കെ, അപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ, ഒരു 4-5 പേര് ഒരു വീട്ടിൽ കയറി റോബറി നടത്തുന്നു. അങ്ങനെ ആ 4-5 പേരെ പിടികൂടുകയാണെങ്കിൽ അവരെ എന്ത് ചെയ്യും, ഈ ഒരു സെക്ഷൻ, ഓക്കെ, സെക്ഷൻ 3 ഒരു ക്ലോസ് ഉണ്ട്, അതെന്ത് ചെയ്യും, അവരുടെ മേളിൽ ചാർത്തും. അതെന്താ വെച്ചാൽ ആക്ട് ഡൺ ഇൻ ഫർദറൻസ് വിത്ത് എ കോമൺ ഇൻറ്റൻഷൻ. കുറച്ച് ആൾക്കാർ ഒരു കോമൺ ഇൻറ്റൻഷനോടെ ഒരു ക്രൈം ചെയ്യാം. ഇവിടെ ഈ 5 ആൾക്കാർ കൂടുന്ന എന്തിനു വേണ്ടി, ഒരു കോമൺ ഇൻറ്റൻഷൻ ആ വീട്ടിൽ റോബറി കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആക്ട് ഡൺ ഇൻ ഫർദറൻസ് വിത്ത് എ കോമൺ ഇൻറ്റൻഷൻ. ഓക്കെ, if several people work together with the same plan to commit a crime, then each person is treated as equally responsible for the whole crime, even if only one person actually carried out. 5 പേരും കൂടെ ചേർന്ന് റോബറിക്ക് പോയി, 4 ആൾക്കാർ പുറത്തു നിന്നു, ഒരാളാണ് ഉള്ളിൽ കയറി റോബറി നടത്തിയെങ്കിലും എല്ലാവർക്കും ഈക്വലി ലയബിലിറ്റി. അതാണ് പറയുന്നത്. ഇഫ് എ സെവറൽ പേഴ്സൺ വർക്ക് ടുഗെദർ വിത്ത് ദ സെയിം പ്ലാൻ ടു കമ്മിറ്റ് എ ക്രൈം, ദെൻ ഈച്ച് പേഴ്സൺ ഈസ് ട്രീറ്റഡ് ആസ് ഈക്വലി റെസ്പോൺസിബിൾ ഫോർ ദ ഹോൾ ക്രൈം, ഈവൻ ഇഫ് ഓൺലി വൺ പേഴ്സൺ ആക്ച്വലി ക്യാരിഡ് ഔട്ട്. ഒരു എക്സാമ്പിൾ, 3 people plan a robbery together, 1 person steals money while others help. All 3 can be punished as if one committed the robbery alone. ഒരാൾ മണി എന്ത് ചെയ്തു, സ്റ്റീൽ ചെയ്തു, ബാക്കിയാൾ ഹെൽപ്പ് ചെയ്തു. എന്നിരുന്നാലും അവർ എല്ലാവരും ഒരുമിച്ച് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വലി ഓരോരുത്തരും റോബറി കമ്മിറ്റ് ചെയ്ത പോലെ കണക്കാക്കും എന്നാണ് എന്ത് ചെയ്ത് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ ചാപ്റ്റർ 1 സെക്ഷൻസ് 1 മുതൽ 3 വരെ. ഇനി ചാപ്റ്റർ 2 നമുക്ക് നോക്കാം. ചാപ്റ്റർ 2 സെക്ഷൻസ് 4 മുതൽ 13 വരെയാണ് ചാപ്റ്റർ 2 വരുന്നത്. സെക്ഷൻസ് 4 മുതൽ 13 വരെയാണ് ചാപ്റ്റർ 2 വരുന്നത്, ഓർത്ത് വയ്ക്കുക. ഇനി ചാപ്റ്റർ 2 എന്തിനെ പറ്റിയാണ് ഡീൽ ചെയ്യുന്നത്? ചാപ്റ്റർ 2 ഡീൽസ് വിത്ത് പണിഷ്മെൻറ്റ്സ്. ഓക്കെ, ചാപ്റ്റർ 2 ഡീൽസ് വിത്ത് പണി. ഇനി ചാപ്റ്റർ 2 ഒരു 3 പ്രധാനപ്പെട്ട സെക്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പഠിക്കാം നമുക്ക്. ഓക്കെ, ഇനി ഞാൻ ഈ പറയുന്ന സെക്ഷൻസ് മാത്രമേ എക്സാമിന് വരികയുള്ളൂ എന്നുള്ള അവകാശവാദമൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, ഞാൻ കുറേ വർഷമുള്ള എക്സ്പീരിയൻസും അതുപോലെ കുറേ പേപ്പേഴ്സൊക്കെ ഇങ്ങനെ റെഫർ ചെയ്യുമ്പോൾ എൻ്റെ ഐഡിയയിൽ നിന്ന് എന്ത് ചെയ്യുക, എനിക്ക് തോന്നിയുള്ള സെക്ഷൻസ് ആണ് എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് നിങ്ങൾ ആഡ് ചെയ്യുക. ഞാൻ ഈ പറയുന്ന സെക്ഷൻസ് മാത്രമേ എക്സാമിന് വരൂ എന്നുള്ള യാതൊരുവിധ അവകാശവാദങ്ങളൊന്നുമില്ല. ബട്ട് ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷൻസ് എല്ലാം ഞാൻ വിടാതെ ഞാൻ എന്ത് ചെയ്യുക, ഞാൻ ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ചാപ്റ്റർ 2 സെക്ഷൻ 4 ഡീൽസ് വിത്ത് പണിഷ്മെൻറ്റ്സ്. ഓക്കെ, 2 സ്പെസിഫിക്കലി ഡീൽ ടൈപ്സ് ഓഫ് പണിഷ്മെൻറ്റ്സ്. ഇനി എത്ര ടൈപ്സ് ഓഫ് പണിഷ്മെൻറ്റ് നമ്മുടെ BNSനുണ്ട്? ദർ ആർ 6 ടൈപ്സ് ഓഫ് പണിഷ്മെൻറ്റ്സ്. ഡെത്ത്, ഇംപ്രസൺമെൻറ്റ് ഫോർ ലൈഫ്, അത് തന്നെ റിഗറസ് സിമ്പിൾ ഉണ്ട്. പിന്നെ ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി, ഫൈന്, കമ്മ്യൂണിറ്റി സർവീസ്. IPCയിൽ 5 ടൈപ്സ് ഓഫ് പണിഷ്മെൻറ്റ്. പക്ഷേ BNSലേക്ക് വന്നപ്പോൾ 6 ടൈപ്സ് ഓഫ് പണിഷ്മെൻറ്റ്. ന്യൂലി ആഡഡ് പണിഷ്മെൻറ്റ് ഏതാ? അത് കമ്മ്യൂണിറ്റി സർവീസാണ്. ന്യൂലി ആഡഡ് പണിഷ്മെൻറ്റ് ഏതാ? അത് കമ്മ്യൂണിറ്റി സർവീസാണ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് വയ്ക്കുക. നമുക്ക് അടുത്ത് നോക്കാം നമുക്ക്. അപ്പോൾ സെക്ഷൻ 4 നമ്മൾ പഠിച്ചു. ഇനി സെക്ഷൻ 5 കമ്മ്യൂട്ടേഷൻ ഓഫ് സെൻറ്റൻസ് ആണ്. ഇനി കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ചിങ് എ പണിഷ്മെൻറ്റ് ഫ്രം എ മോർ സിവിയർ വൺ ടു എ ലെസ് സിവിയർ വൺ. അതിനാണ് കമ്മ്യൂട്ടേഷൻ ഓഫ് സെൻറ്റൻസ്. സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ പണിഷ്മെൻ്റാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സിവിയർ ആയിട്ടുള്ള പണിഷ്മെൻറ്റ് എന്ത് ചെയ്യുക, കുറച്ച് കൊടുക്കുക. ഇപ്പോൾ തൂക്കിക്കൊല്ലാൻ വിധിച്ച ഒരാളെ അയാൾ എന്ത് ചെയ്യുക, ജീവപര്യന്തമാക്കി കുറച്ച് കൊടുക്കുക. ഓക്കെ, സിവിയർ ആയി പണിഷ്മെൻറ്റ് കുറച്ച് കൊടുക്കുക. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്മ്യൂട്ടേഷൻ. കമ്മ്യൂട്ടേഷൻ മീൻസ് ചേഞ്ചിങ് എ പണിഷ്മെൻറ്റ് ടു എ ലൈറ്റർ ഓർ ഡിഫറെൻറ്റ് പണിഷ്മെൻറ്റ്. ഇനി കമ്മ്യൂട്ടേഷൻ ചെയ്യാനുള്ള അധികാരം ആർക്കാണുള്ളത്? അൻ അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് ക്യാൻ കമ്മ്യൂട്ട് ദ സെൻറ്റൻസ്. കമ്മ്യൂട്ട് ചെയ്യാനുള്ള ഒരു സെൻറ്റൻസ്, ഒരു പ്രതിയുടെ അല്ലെങ്കിൽ ഒരു ഒഫൻഡറുടെ സെൻറ്റൻസ് കമ്മ്യൂട്ട് ചെയ്യാനുള്ള അധികാരം ആർക്കാണുള്ളത്? ഒരു അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്റിനാണുള്ളത്. ഓക്കെ, അപ്രോപ്രിയേറ്റ്. ഇനി ഇൻ അക്കോർഡൻസ് വിത്ത് 474 ഓഫ് BNSS. BNS സെക്ഷൻ 474 കൂടെ ഇൻ അക്കോർഡൻസ് അതിൽ ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്,
ഒരു ഒഫൻഡറുടെ സെൻറ്റൻസ് കമ്മ്യൂട്ട് ചെയ്യുന്നത്. അതിൽ ആ ഒഫൻഡറുടെ കൺസെൻറ്റ് ആവശ്യമില്ല. അവിടെ ഒഫൻഡറുടെ കൺസെൻറ്റ് അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്റിന് തോന്നുകയാണ് അത് കുറച്ച് കൊടുക്കാൻ തോന്നുകയാണ്, എന്ത് ചെയ്യാൻ പറ്റും, 474 ഇതും കൂടെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. നമുക്ക് സെക്ഷൻ 11 സോളിറ്ററി കൺഫൈൻമെൻറ്റ്, ഏകാന്ത തടവ്. അപ്പോൾ നമ്മൾ ചാപ്റ്റർ 2 ചാപ്റ്റർ 2 എന്തിനെ പറ്റി ഡീൽ ചെയ്യുന്നത്, പണിഷ്മെൻറ്റ്സിനെ പറ്റി ഡീൽ ചെയ്യുന്നത്. സെക്ഷൻസ് 4 മുതൽ 13 വരെയാണ് ചാപ്റ്റർ 2. ചാപ്റ്റർ 1 എത്ര വരെയുള്ളത്, 1 മുതൽ 3 വരെ. സെക്ഷൻ 11 സോളിറ്ററി കൺഫൈൻമെൻറ്റ്. എന്താണ് സോളിറ്ററി കൺഫൈൻമെൻറ്റ്? ഇഫ് എ പേഴ്സൺ ഈ സെൻറ്റൻസ് ടു റിഗറസ് ഇംപ്രിസൺമെൻറ്റ്, ദ കോർട്ട് മേ ഓൾസോ ഓർഡർ ദം ടു സ്റ്റേ അലോൺ ഇൻ സോളിറ്ററി കൺഫൈൻമെൻറ്റ് ഫോർ എ ലിമിറ്റഡ്. ഒരാളെ ഒരു റിഗറസ് ഇംപ്രിസൺമെൻറ്റ്, ഓക്കെ, കഠിന തടവിന് വിധിക്കുമ്പോൾ ആ കഠിന തടവിൻ്റെ ഒരു ഇത്ര പീരീഡ് എന്ത് ചെയ്യാൻ പറ്റും, കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏകാന്ത തടവായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ശിക്ഷിക്കാൻ പറ്റും. ആ കഠിന തടവ് കൊടുത്തിരിക്കുന്ന പീരീഡിൻ്റെ ഒരു ഇത്ര അത് കൃത്യമായിട്ട് BNS പറയുന്നത് എത്ര പീരീഡ് കൊടുക്കാൻ പാടുള്ളൂ എന്ന്. അതെന്ത് ഏകാന്ത തടവ് എന്ന് പറഞ്ഞാൽ അവർ എന്ത് ചെയ്യും, ഒറ്റയ്ക്ക് എന്ത് ചെയ്യുക, വേറെ പ്രിസൺ ഇൻമേറ്റ്സൊക്കെ ആയിട്ട് ഇൻട്രാക്ഷൻ ഇല്ലാതെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തിടും. സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകൾക്കാണ് പൊതുവെ അത് ചെയ്യുന്നത്. ഇനി ഈ BNS തന്നെ ഈ സോളിറ്ററി കൺഫൈൻമെൻറ്റ് എത്ര പീരീഡാണ് കൃത്യമായിട്ട് ഇടേണ്ടതെന്നുള്ളതും കൂടി പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ദ സോളിറ്ററി കൺഫൈൻമെൻറ്റ് കനോട്ട് ബി മോർ ദാൻ, അത് ഞാൻ പറയാം. ഒരു ഒഫൻഡറിനെ അയാളുടെ ഇംപ്രസൺമെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത് 6 മാസമോ അതിലോ കുറവാണെങ്കിൽ, അയാളുടെ ഇംപ്രസൺമെൻറ്റ് 6 മാസമോ 6 months ഓർ ലെസ് ആണെങ്കിൽ അപ് ടു 1 month അയാളെ സോളിറ്ററി കൺഫൈൻമെൻറ്റ് ഇടാൻ പറ്റുള്ളൂ. അപ് ടു 1 month. ഇനിയും ആ ഇംപ്രിസൺമെൻറ്റ് ടേം 6 മാസത്തിന് മുകളിലാണ്, ബട്ട് ലെസ് ദാൻ 1 year, 6 മാസത്തിന് മുകളിലും 1 വർഷം താഴെയാണെങ്കിൽ അയാൾ എത്ര കാലം അയാളെ സോളിറ്ററി കൺഫൈൻമെൻറ്റിൽ ഇടാം, അപ് ടു 2 months. 2 months സോളിറ്ററി കൺഫൈൻമെൻറ്റ്. ഇനിയും ആ ഒഫൻഡറുടെ ഇംപ്രിസൺമെൻറ്റ് ചെയ്ത ടേം മോർ ദാൻ 1 year ആണെങ്കിൽ, ഓക്കെ, അയാളുടെ ഇംപ്രിസൺമെൻറ്റ് ടേം മോർ ദാൻ, അയാളുടെ ജയിൽ ശിക്ഷ മോർ ദാൻ 1 year ആണെങ്കിൽ അയാൾ എന്ത് ചെയ്യാൻ 3 മാസം വരെ എന്ത് ചെയ്യാൻ പറ്റും, സോളിറ്ററി കൺഫൈൻമെൻറ്റ് ഇടാൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ BNS സെക്ഷൻ 11 കൃത്യമായിട്ട് പറയുന്നുണ്ട് എത്ര പീരീഡ് വരെ ഒരു ഒഫൻഡറിനെ സോളിറ്ററി കൺഫൈൻമെൻറ്റ്. ആ സോളിറ്ററി കൺഫൈൻമെൻറ്റ് ഇടാനുള്ള പീരീഡ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, അയാളുടെ ഇംപ്രിസൺമെൻറ്റ് ടേം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ സോളിറ്ററി കൺഫൈൻമെൻറ്റ് പീരീഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ പഠിക്കുന്നത്, നമ്മളിപ്പോൾ ചാപ്റ്റർ 2 ചാപ്റ്റർ 1 കഴിഞ്ഞു ചാപ്റ്റർ 2 എന്തിനെ പറ്റി ഡീൽ ചെയ്യുന്നത്, പണിഷ്മെൻറ്റ്സിനെ പറ്റി ഡീൽ ചെയ്യുന്നത്. 4 to 13 ഇല്ലേ, സെക്ഷൻ 4 എന്താ വരുന്നത്, പണിഷ്മെൻറ്റ്സിനെ പറ്റി. 6 types ഓഫ് പണിഷ്മെൻറ്റ്. IPCയിൽ 5 types ഓഫ് പണിഷ്മെൻറ്റ്സ്. ന്യൂലി ആർഡർ പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത് ഏതാണ്, അത് കമ്മ്യൂണിറ്റി സർവീസ്. പിന്നെ സെക്ഷൻ 5 ഉണ്ട് കമ്മ്യൂട്ടേഷൻ ഓഫ് സെൻറ്റൻസ്. കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സിവിയർ ആയിട്ടുള്ള പണിഷ്മെൻറ്റ് കുറച്ച് ലെസ് സിവിയർ ആയിട്ട് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ കമ്മ്യൂട്ടേഷൻ ചെയ്യാൻ അധികാരം ആർക്കാണുള്ളത്, അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് ഇൻ അക്കോർഡൻസ് 474 ഓഫ് BNSS. ഓക്കെ, ഓർത്ത് വയ്ക്കുക. പിന്നെ നമ്മൾ സെക്ഷൻ 3 നമ്മൾ നോക്കി, അതുപോലെ സെക്ഷൻ 2 ഡെഫിനേഷൻസ് നമ്മൾ നോക്കി. സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിൽ കമൻസ്മെൻറ്റ് ആപ്ലിക്കേഷൻ. ഷോർട്ട് ടൈറ്റിൽ കമൻസ്മെൻറ്റ് ആപ്ലിക്കേഷൻ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. ഈ BNS എന്ന് പറയുന്ന നിയമം ആരൊക്കെ അതിൻ്റെ പരിധിയിൽ പെടും എന്നുള്ളതാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിൽ പറഞ്ഞു പോയിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ പാർട്ട് 1 വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത്. ബാക്കി ചാപ്റ്റേഴ്സ് എല്ലാം ഞാൻ എന്ത് ചെയ്യുക, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടന്റ് ഹെൽപ്ഫുൾ ആയതിന് ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഗൈസ്, താങ്ക് യു.